ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയാ മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് സോഫിറ്റിൻ്റെ സോയാ മിൽക്കാണ്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഫ്ലേവർ ഇല്ലാത്തതാണ്. ഫ്ലേവർ ഉള്ളതുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റിൻ്റെ, സ്ട്രോബെറി ഫ്ലേവർ, പിസ്ത ഫ്ലേവർ, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സുള്ള സോയാ മിൽക്ക് ഉണ്ട്. ഇത് നാച്ചുറലാണ്, ഷുഗർ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് കഴിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അത് മാത്രമല്ല, വൈറ്റമിൻ ഡിയുടെ ഒരു വലിയ കലവറ തന്നെയാണിത്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മളിന്ന് ഷേക്കിലിടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം ഒരു നന്നായിട്ട് പഴുത്തത്, അതുപോലെ 5 രൂപയുടെ ഒരു ബൂസ്റ്റ്, ഒപ്പം ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു 3 ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു എനർജിയുടെ കലവറ തന്നെയാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതും കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ഏത്തപ്പഴം ദിവസവും കഴിക്കുന്നത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 5 രൂപയുടെ ബൂസ്റ്റ് വാങ്ങിച്ചത്, അത് നമുക്ക് ഒരു 1-2 സ്പൂണ്, സാധാ ബൂസ്റ്റ് ആണെങ്കിൽ 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആണെങ്കിൽ പകുതി ഇട്ടാൽ മതിയാവും. ആവശ്യത്തിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ധാരാളമാണ്. ഇനി നമുക്ക് നമ്മുടെ സോയാ മിൽക്കാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സോയാ മിൽക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇത് ഇളക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവമാണുള്ളത്. ഇതിങ്ങനെ വലിച്ച് ഇളക്കിയെടുക്കണം. നമുക്കിപ്പോൾ സോയാ മിൽക്ക് പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വെച്ചേക്കാം. അതിൻ്റെ എക്സ്പയർഡ് ഡേറ്റ് മുകളിലുണ്ട്. എന്നാൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. ഇത് നമ്മുടെ പാല് പിരിഞ്ഞു പോകുന്നത് പോലെ തന്നെ പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിഡ് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുക. കാര്യം ഇത് കട്ടിയായിട്ട് ഉറഞ്ഞ അടിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് പാല് നന്നായിട്ട് മിക്സ് ആക്കിയാൽ മാത്രമേ നന്നായിട്ട് ഇളകി വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് എപ്പോൾ എടുത്താലും നമ്മളൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 3/4 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചെടുത്തതിന് ശേഷം ലിഡ് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് സോയാ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു അടപ്പ് കൊണ്ട് അടച്ച് നന്നായിട്ട് ഒരു നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സോയ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, ആ സോയ മിൽക്കും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ബദാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ പീനട്ട്സോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഓവർ റിച്ച് ആയിട്ട് കുടിക്കുന്ന താല്പര്യമുള്ളവർക്ക് അതൊക്കെ ആഡ് ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് നമ്മുടെ സോയ മിൽക്ക് ഇനി ജസ്റ്റ് ഒന്ന് അടച്ച് ജസ്റ്റ് ഒരു കറക്കും കൂടെ കറക്കി എടുത്താൽ മതിയാവും. നമ്മുടെ സോയാ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.